ഇനി ഞങ്ങളുടെ അവിടെ ആർക്കും അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ സമയത്ത് ഇവരല്ല വേറെ ആരും പോയാലും സംഭവിക്കും. അമ്മയ്ക്ക് 2 തോളലിന് 2നും പൊട്ടലുണ്ട്. അതേപോലെ അമ്മയുടെ ചെവി പോയിരുന്നു, അതായത് ചെവി ഇങ്ങനെ മുറിഞ്ഞു പോയിരുന്നു മൊത്തം. അപ്പൊ ഇപ്പൊ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അമ്മയ്ക്ക് പഴയ പോലെ ചെവി തിരിച്ചു. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡയമണ്ട് കപ്പിൾസ് എന്ന് പറയുന്ന ആ ഒരു ചാനലിലുള്ള നമ്മുടെ ആൻ മേരിയുടെ സഹോദരനായിട്ടുള്ള അലൻ. 2 ആഴ്ച മുന്നേ ഉള്ള വാർത്തകളിലൊക്കെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു മരണം തന്നെയായിരുന്നു നമ്മുടെ അലന്റേത്. അലനും അലന്റെ അമ്മയും, അതായത് ആൻമേരിയുടെ അമ്മയും കൂടി ആൻമേരിയുടെ വീട്ടിൽ നിന്ന് അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയതാണ്. അങ്ങനെ അവിടേക്ക് പോകുന്ന വഴിയിൽ ചക്കയിടാൻ വന്ന ഒരു ആന കുത്തിയിട്ടാണ് അലൻ മരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഒരു പ്രോപ്പർ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ ആ ആനയെ കണ്ടേനെ. ആനയെ കാണുന്നത് എപ്പോഴാന്ന് പറഞ്ഞ ആന തൊട്ടടുത്ത് എത്തുന്ന സമയത്തായിരുന്നു. ഇവർ രക്ഷപ്പെടാൻ ഒടുങ്ങുന്നതിന് മുമ്പ് തന്നെ ആനയുടെ കുത്തേക്കുകയായിരുന്നു. എന്നാലും അലൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചു. അമ്മയാണെങ്കിൽ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. അന്ന് ആ മരണവുമായി ബന്ധപ്പെട്ട് ആ നാട്ടിൽ വളരെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം നടന്നിരുന്നു. അന്ന് അലന്റെ ബോഡി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്ത് അലന്റെ മൃതദേഹത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് ആൻമേരി പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളൊക്കെ വാർത്തകളിൽ ഒരുപാട് കണ്ടിരുന്നു. അത് ഏവരെയും മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. എന്തായാലും അനിയന്റെ മരണമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ഇപ്പുറം ഓക്കെ ആയതിനു ശേഷം ഈ ആൻമേരി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദ്യം തന്നെ അമ്മയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ചാണ് ആൻമേരി പറയുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഞാൻ ആദ്യം അമ്മയുടെ ഹെൽത്തിനെ പറ്റി പറയാം. അമ്മയ്ക്ക് അമ്മ റിക്കവറായി വരുന്നുണ്ട്. ഇപ്പം അമ്മയ്ക്ക് 2 തോളലിന് 2നും പൊട്ടലുണ്ട്. അതേപോലെ അമ്മയുടെ ചെവി പോയിരുന്നു, അതായത് ചെവി ഇങ്ങനെ മുറിഞ്ഞു പോയിരുന്നു മൊത്തം. അപ്പൊ ഇപ്പൊ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അമ്മയ്ക്ക് പഴയ പോലെ ചെവി തിരിച്ചിട്ടില്ല. കേൾവിക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ചെവിയുടെ ആ ഒരു ഷേപ്പും അതൊന്നും കിട്ടില്ല. കാരണം അതിൽ അസ്ഥികളൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ചെവി പഴയ പോലെ കിട്ടണം എന്നില്ല. പിന്നെ അമ്മയുടെ ദേഹം മൊത്തം മുറിവുകളാണ്. ഇപ്പൊ മുറിവുകളൊക്കെ ഉണങ്ങി തുടങ്ങി. അമ്മ ഒരുപാട് റിക്കവർ ആകുന്നുണ്ട്. പിന്നെ ഒരു മെന്റൽ ട്രോമ, അത് കണ്ടു നിന്ന് അമ്മയ്ക്കൊരു മെന്റൽ ട്രോമ ഉണ്ട്. പക്ഷെ അതും അമ്മ ഇപ്പൊ റിക്കവർ ചെയ്ത് അമ്മയ്ക്കൊരു മനോധൈര്യം, ഒരു മനസ്സിനൊരു ധൈര്യം ദൈവം കൊടുത്തതുകൊണ്ട് അമ്മ അതിൽ നിന്നൊക്കെ നല്ല റിക്കവറായി വരുന്നുണ്ട്. പിന്നെ തോളലിന് പൊട്ടലുള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് എണീറ്റിരിക്കാനൊന്നും പറ്റില്ല. എല്ലാം കിടപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അമ്മ ഇപ്പൊ ഉള്ളത്. പേവാടാണ്, പേവാട് എടുത്തിട്ട് അവിടെയാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ പപ്പയും എല്ലാത്തിനും ഓക്കെ വരുന്നു. പപ്പ അമ്മയോടൊപ്പം തന്നെയാണ്. അമ്മയ്ക്ക് എന്നെയോ പപ്പേനെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസം പോയി നിൽക്കും. പിന്നെ ഇങ്ങോട്ട് പാലക്കാടിന് തിരിച്ചു വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. പപ്പ ഫുൾ ടൈം അമ്മയുടെ കൂടെ തന്നെയുണ്ട്. പപ്പയും ഓക്കെ ആയി വരുന്നുണ്ട്, റിക്കവറായി വരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ പപ്പയ്ക്കും അതിൽ നിന്നൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ആ കുടുംബത്തിന്റെ അവസ്ഥയാണ്. പെട്ടെന്നൊരു ദിവസം ആ കുടുംബത്തിൽ ഒരു മകനെ നഷ്ടപ്പെടുന്നു. അമ്മയാണെങ്കിലോ ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടപ്പിലാവുന്നു. കേട്ടെടുത്തോളം വളരെ സാരമായ പരിക്കുകളാണ് അമ്മയ്ക്ക് പറ്റിയിരിക്കുന്നത്. തോളലിനും ചെവിക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. ആ അമ്മയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും ഇവിടെ പറയുന്നത് അമ്മയാണ് ആന കുത്താൻ വന്നത്. അലനാണെങ്കിൽ ആ ഓടി രക്ഷപ്പെടാനുള്ള ഒരു സ്പേസും ഉണ്ടായിരുന്നു. എന്നിട്ട് അലൻ എന്താ ചെയ്തത്? ആന കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അലൻ അമ്മയുടെ മുന്നിൽ കയറി നിന്നു. അങ്ങനെയാണ് അലനെ ആന കുത്തിയത്. അമ്മ രക്ഷപ്പെടുകയും ചെയ്തു. അതിന്റെ ഒരു റിഗ്രറ്റ് എന്തായാലും അമ്മയുടെ മനസ്സിലുണ്ടാവും അല്ലേ? എന്തിനായിരിക്കും അലൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഒരു വിഷമം. ശരിക്കും ഞാനല്ലായിരുന്നോ പോവേണ്ടിയിരുന്നത്? എന്റെ മോൻ ഇതില് ഇതായി പോയില്ലേ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു വിഷമം ഉണ്ടായിരിക്കും. അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എന്തായാലും ചികിത്സകളൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് പഴയ പോലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ ആവട്ടെ. ഒരു കാര്യം മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഫോറസ്റ്റുകാരാണെന്ന് തന്നെയാണ് ആൻമേരി പറയുന്നത്. കാരണം അലൻ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ നാട്ടിൽ 3-4 ആനകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഫോറസ്റ്റുകാരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വേണ്ട രീതിയിലുള്ള മുന്നറിയിപ്പോ കാര്യങ്ങളോ ഒന്നും ആ നാട്ടുകാർ ഫോറസ്റ്റുകാർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ആനയെ സൂക്ഷിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആനയെ അങ്ങോട്ട് നാട്ടിലേക്ക് മേയാൻ വേണ്ടി വിട്ടിരിക്കുന്ന പോലെയായിരുന്നു ഈ ഫോറസ്റ്റുകാർ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആൻമേരി എന്താ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടോ. പിന്നെ എന്റെ പപ്പയൊക്കെ 48 വർഷമായി ആ ഒരു സ്ഥലത്ത് ജീവിക്കുന്നത്. ഞങ്ങൾക്കൊരു 10 വർഷമായിട്ടാണ് ഈ ആനയുടെ ശല്യം. അന്നൊന്നും ഒരു കുരങ്ങൻ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഭാഗത്തില്ലാത്ത മൃഗങ്ങളില്ല. കുരങ്ങൻ, മയില്, പന്നി, ആന, പുലി, കടുവ, അങ്ങനത്തെ എല്ലാവിധ സാധനങ്ങളും ആ ഒരു ഭാഗത്തുണ്ട്. ഒരു 10 വർഷമായിട്ടാണ്. തൊട്ടടുത്ത് വലിയൊരു മലയാണ്, ബാക്കില് വലിയൊരു ഫോറസ്റ്റ് ആണ്. അപ്പൊ ഈ നമ്മുടെ തൊട്ടടുത്തുള്ളത് പണ്ട് നമ്മൾ ആട് കഴിക്കാനും ആടുകളൊക്കെ പോകുന്ന സ്ഥലങ്ങൾ, കളിക്കാനൊക്കെ പോകുന്ന സ്ഥലങ്ങൾ. പിന്നീട് ഇത് കാട്ടുന്ന നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോ അവര് എന്ത് കെട്ടിയത്? ആനക്കുഴി കെട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഷോപ്പ് വെച്ചു. അപ്പൊ ഇത് വെച്ചില്ലെങ്കിലും വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീടിന്റെ തൊട്ട് ബാക്കിൽ ചോലയുണ്ട്. ചോല മീൻസ് വെള്ളച്ചാട്ടം.
ആ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഒരു കമ്പി മാത്രമാണ് വെച്ചിട്ടുള്ളത്. അത് പാറയാണ്. അപ്പൊ ഇവരവിടെ കുഴിച്ചൊന്നുമില്ല, പാറയല്ലേ. ഇപ്പം പാറയുള്ളവിടെ സാധാ മണ്ണുള്ളവിടെ വരെ മാത്രം കുഴിച്ചിട്ട് ആ പാറയുടെ അവിടെ അവര് വെറുതെ വിട്ടിരിക്കുകയാണ്. അവിടെ ഒരു കമ്പി, ഒരു ആൾപ്പൊക്കത്തിന്റെ ഹൈറ്റിലൊരു കമ്പി മാത്രമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ എന്റെ വീടിന്റെ കുറച്ച് അങ്ങ് അറ്റം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പാറ, അവരവിടെ കുഴിച്ചിട്ടേ ഇല്ല. പകുതി ഭാഗം വെറുതെ വഴി പോയി. കറക്റ്റ് അതിന്റെ ഉള്ളിൽ കൂടെ അതിലാണ് പുറത്ത് വരുന്ന അകത്ത് വന്നിട്ട് അതിലാണ് വരുന്നത്. പിന്നെ ജനവാസ മേഖല എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നതാണ്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ആനയുടെ ബുദ്ധിമുട്ട്. എന്നാലും ഞങ്ങളുടെ ആ ഭാഗത്തുള്ളവർക്ക് വലിയ ഉപദ്രവമോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുങ്ങളെ വരും, അതുങ്ങളുടെ എന്തെങ്കിലും ചെയ്യും, നോക്കും, പോകുന്നല്ലാതെ ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങളുടെ ആ നാട്ട് അതല്ലാതെ അവർ 2-3 പേരെ കൊന്നിട്ടുണ്ട് ആന. പക്ഷെ ഞങ്ങളുടെ ആ ഭാഗത്തെല്ലാം കുറച്ചും കൂടെ മാറിയിട്ടാണ്. പക്ഷെ ഇത് സത്യം പറഞ്ഞാൽ വനം വകുപ്പിന്റെ അനാസ്ഥ തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ കാരണം. ഒന്നെങ്കിൽ അവർ ഇൻഫോം ചെയ്യണമായിരുന്നു. അപ്പൊ കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നല്ല മൃഗശല്യമുള്ള ഒരു ഏരിയ ആണെന്നാണ് ആൻമേരി പറയുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ ആൻമേരിയുടെ നാടായിട്ടുള്ള പാലക്കാട് മുണ്ടേരി. അപ്പൊ ചുരുക്കി പറഞ്ഞ മൃഗങ്ങളൊക്കെ കാടിറങ്ങി നാട്ടിലേക്ക് വരാൻ തുടങ്ങിയെന്നർത്ഥം. ഇതെല്ലാം ഫോറസ്റ്റിന്റെ ശ്രദ്ധയിൽ ഇവര് പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് തൽക്കാലം ഫോറസ്റ്റുകാർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. 4 കമ്പി കുത്തി വെക്കും. ആനയ്ക്കാണ് ഇതൊക്കെ പൊളിച്ചു വരാൻ പാട്. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് ചോദിക്കാനുണ്ടാവും, എന്താണ് ഇങ്ങനെയൊക്കെ ഇത്രയും ദുഷ്ടതകളും ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് ആ നാട്ടില് പിടിച്ചു തൂങ്ങി കടിച്ചു തൂങ്ങിയൊക്കെ കിടക്കുന്നതെന്ന്, വേറെ സ്ഥലത്തേക്ക് പോരാൻ വയ്യെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ഇവര് നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകും? നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കൊടുക്കുവോ? ഇല്ലല്ലോ. നമുക്ക് പറയാൻ എളുപ്പമാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കേ അതിന്റെ പ്രയാസം മനസ്സിലാത്തുള്ളൂ. എന്തായാലും കേട്ടെടുത്തോളം ചെറിയ അനാസ്ഥയൊന്നുമല്ല ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ആ നാട്ടിൽ പ്രോപ്പർ സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലെന്നാണ് ആൻമേരി പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ജനവാസ മേഖലയാണത്. അവിടെ പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല എന്നുള്ളത് എന്താണല്ലേ അവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണല്ലോ അലൻ മരിച്ചത്. വലിയൊരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അലനും അമ്മയും ഇപ്പൊ രക്ഷപ്പെട്ടേനെ. ദൂരെ നിന്നേ അവർക്ക് ആനയെ കാണാൻ പറ്റിയേനെ. ഇത് കണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. എന്തായാലും നടന്നതെല്ലാം നടന്നു. ഇനി ഒരു കാര്യം നടക്കുന്നതിന് ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നതിന് മുൻപ് ഫോറസ്റ്റുകാർ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഇനിയും ഒരുപാട് മരണങ്ങൾ നമ്മൾ അവിടെ കാണേണ്ടി വരും. ഇനിയിപ്പോ ഈ ഫോറസ്റ്റുകാർ ഇത് ചെയ്യാത്തത് പോട്ടെ എന്ന് വെക്കാം, ഈ ഫോറസ്റ്റുകാർ വഴി തന്നെ ഒരുപാട് ദ്രോഹങ്ങളും അനുഭവിക്കപ്പെട്ടു എന്നാണ് ആൻമേരി പറയുന്നത്. അതിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടുവെക്കാം. പഞ്ചായത്തിന്റെ ഒരു പൈപ്പ് ഇടാൻ പോലും സമ്മതിക്കാത്ത ആൾക്കാരാണ് ഫോറസ്റ്റുകാർ. ഞങ്ങൾക്ക് വെള്ളത്തിന് വരെയാണ് ബുദ്ധിമുട്ട്. ഒരു ബോർവെല്ല് കുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ഹൗസ് കണക്ഷൻ പോലും കിട്ടിയിട്ടില്ല. കാരണം അതിൽ കുഴി കുളിക്കണം, അതിന് ഫോറസ്റ്റുകാരുടെ അനുമതി വേണം. അതൊന്നും നമുക്കില്ല. നമ്മുടെ സ്ഥലം ഓൾറെഡി നമ്മളൊരു വർഷം വരെ നമ്മൾ നികുതിയൊക്കെ അടച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ പെട്ടെന്ന് ഫോറസ്റ്റുകാർ കേസ് കൊടുത്തു, ഫോറസ്റ്റിന്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട്. നമുക്ക് കേസൊക്കെ വിട്ട് കിട്ടി. ഇപ്പൊ നമ്മൾ കേസ് ചെയ്തു. ലാൻഡ് ടാക്സ് അടുത്ത പ്ലേസ് സ്ഥലമല്ലോ അത്. പിന്നീട് അവർ തേക്ക് വളരുന്നുണ്ട്, ഫോറസ്റ്റ് ചെയ്യുന്നുണ്ട്, വളർച്ച കിട്ടാൻ ശ്രമിച്ചു. എന്നിട്ട് ലാസ്റ്റ് നമുക്കിപ്പോ ആ സ്ഥലം വിട്ട് കിട്ടി. ഒരു 5-6 മാസം കൂടെ കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ പേരിലേക്ക് NOC കാര്യങ്ങളെല്ലാം കിട്ടും. ഇത്രയും നാളും അതിന്റെ പിന്നാലെ കേസ് കൂട്ടാൻ പറഞ്ഞിട്ട് നമ്മൾ നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമുക്കത് വിട്ട് കിട്ടി. ഒരുവിധ പുരോഗമനവും നമ്മുടെ ഭാഗത്തേക്ക് ഇല്ല. ഇനിയിപ്പോ ആന ഇറങ്ങി പറഞ്ഞാൽ ഫോറസ്റ്റുകാർ വരും, 4-5 പടക്കം വെട്ടിക്കും. ഈ ആനേനെ കാട്ടിലേക്ക് എന്നെ കയറ്റി വിട്ടിട്ട് ഇവര് പോകും. പിറ്റേ ദിവസം ആനകൾ വീണ്ടും ഇറങ്ങും. ഇതാണ് അവിടെ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ അല്ലേ അവസ്ഥ? മര്യാദക്ക് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്റെ അപ്പച്ചൻ മരിച്ച ഒരു അനുഭവം ആൻമേരി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരന് ഹാർട്ട് അറ്റാക്ക് വന്നു. ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് എന്ന് പറയുന്ന കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കണമല്ലോ. ആ ഒരു സ്ഥലത്തേക്ക് വണ്ടി വരത്തില്ല. അങ്ങനെ കുറെ ദൂരം മൂപ്പരെ ചുമന്നുകൊണ്ട് പോയി. എന്നിട്ടാണ് വണ്ടി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. പക്ഷെ നിർഭാഗ്യം വെച്ചാൽ പോണ വഴിയിൽ പുള്ളിക്കാരൻ മരണപ്പെട്ടു. ഇവിടെ ആൻമേരി പറയുന്നത് കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ മരണവും അവിടെ നടക്കത്തില്ലായിരുന്നു. അതാണ് ആ നാടിന്റെ അവസ്ഥ. കൃത്യമായ കുടിവെള്ളം പോലും ഇല്ല, നല്ല ഹോസ്പിറ്റാലിറ്റി ഇല്ല, ആ ഒരു ഭാഗത്തേക്ക് വണ്ടികൾ പോലും വരില്ല. അതൊന്നും കൂടാതെ മൃഗശല്യവും. എങ്ങനെയാണല്ലേ അവരൊക്കെ അവിടെ പിടിച്ചു നിൽക്കുന്നത്? ഓർക്കാൻ പോലും വയ്യ. എന്തായാലും ഇനി മരിച്ചുപോയ തന്റെ അനിയനെ കുറിച്ചും ആൻമേരി പറയുന്നുണ്ട്. അതും കൂടെ കേട്ടോക്കാം. സങ്കടം ഉണ്ട്, മരിക്കുവോളം നമുക്ക് ആ വിഷമം ഉള്ളിൽ തന്നെ ഉണ്ടാവും. കാരണം അവൻ അങ്ങനെയാണ്. നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാവർക്കും അവനെ ഭയങ്കര കാര്യമാണ്. അവനെ പറ്റി നല്ലത് പറയാൻ എല്ലാവർക്കും ഉള്ളു. അത്ര നല്ലൊരു കുട്ടിയായിരുന്നു. പക്ഷെ ഇനി ആർക്കും അവൻ അതിനൊരു രക്തസാക്ഷി എന്നൊക്കെ പറയട്ടെ അങ്ങനെ ആവട്ടെ. ഇനി ഞങ്ങളുടെ അവിടെ ആർക്കും അങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ സമയത്ത് ഇവരല്ല വേറെ ആരും പോയാലും സംഭവിക്കും. കാരണം ഒരുപാട് പിള്ളേർ കോളേജിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് വേറെ വീടെടുത്ത് ഞങ്ങളൊരു 8 വീടോളം ഉണ്ട്. അവിടെ എല്ലാവരും ഇനി വീട് മാറുകയാണ്. അവരെല്ലാം വാടകയ്ക്ക് മാറുകയാണ്. കാരണം എല്ലാവർക്കും പേടിയായി.
കാരണം സ്കൂളിൽ പോണ പിള്ളേരുണ്ട്, കോളേജിൽ പോണ പിള്ളേരുണ്ട്, ജോലിക്ക് പോണവരുണ്ട്. ഇവരൊക്കെ വരുന്ന സമയം എന്താണല്ലേ അവിടെ ഉള്ളവർക്ക് നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് പോകേണ്ട അവസ്ഥയാണ്. ഈ വാടക വീട് എടുത്ത് താമസിക്കാനുള്ള പ്രാപ്തിയൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഈ ആൻമേരിയുടെ ആ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിനുള്ള അവസ്ഥയൊന്നും ഇല്ലാത്തവരാണ്. അതുകൊണ്ടാണ് അവർ അവിടെ പിടിച്ചു തൂങ്ങി കിടക്കുന്നത്. ശരിക്കും ഇവരുടെയൊക്കെ വിഷമം കാര്യങ്ങളും ഒക്കെ കേട്ടാൽ നമുക്കൊക്കെ അത്രത്തോളം മനസ്സിലാവണമെന്നില്ല. ശരിക്കും ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും ടൗണിലോ ഒക്കെ താമസിക്കുന്നവരായിരിക്കും. കൃത്യസമയത്ത് എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലത്തായിരിക്കും താമസിക്കുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. ഇവരുടെ വിഷമം മനസ്സിലാക്കണമെങ്കിൽ ഒരു രാത്രിയെങ്കിൽ ഒരു രാത്രി ഏത് നിമിഷവും തന്നെ അപായപ്പെടുത്താൻ മൃഗങ്ങൾ വന്നേക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കണം. അങ്ങനെ ഒരു രാത്രിയെങ്കിലും കഴിച്ചു കൂട്ടിയാലേ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാത്തുള്ളൂ. എന്തായാലും ഇവർ പറഞ്ഞതെല്ലാം വേണ്ട അധികാരികളിലേക്ക് എത്തട്ടെ അല്ലെ. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രോപ്പർ ആക്ഷൻ ഉണ്ടാവട്ടെ. ഒന്നെങ്കിൽ അവിടെയുള്ള ഫോറസ്റ്റുകാരും ബാക്കി വേണ്ടപ്പെട്ടവരും എല്ലാം ഇവരുടെ ജീവന് സംരക്ഷണം നൽകണം. അതല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് മറ്റൊരു ലാൻഡ് നൽകിയിട്ട് അവരെ അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കണം. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവിടെ മൃഗത്തിനുള്ള വില പോലും ആ നാട്ടിലുള്ള മനുഷ്യർക്കില്ല. അത് ശരിയല്ലല്ലോ. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.